എല്ലാ പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കവേ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ സമ്പത്തിനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ സയജഅലുല്ലാഹു ബഅദ ഉസ്രിനി യുസ്റാ സയജഅലുല്ലാഹു ബഅദ ഉസ്രിനി യുസ്റാ. എല്ലാ പ്രയാസങ്ങൾക്കും പുറകെ അല്ലാഹു സന്തോഷം കൊണ്ടുവന്നു തരുമത്രേ. മുഅ്മിനേ മുഅ്മിനാത്തുകളെ, ഈ വാക്ക് നിങ്ങൾ കേൾക്കണേ. ഇതാര് പറയുന്നതാണ്? അല്ലാഹു പറയുന്നതാണ്. എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷം സയജഅലുല്ലാഹു ബഅദ ഉസ്രിനി യുസ്റാ, എല്ലാ പ്രയാസങ്ങൾക്ക് പുറകെ അല്ലാഹു നിങ്ങൾക്ക് ധാരാളം സന്തോഷം കൊണ്ടുവന്നു തരുമത്രേ. സഹോദര സഹോദരി, എല്ലാ കാലത്തും സങ്കടമായിരിക്കില്ല, എല്ലാ കാലത്തും കണ്ണീരായിരിക്കില്ല, എല്ലാ കാലത്തും വിഷമമായിരിക്കില്ല, മരണം വരെ സങ്കടങ്ങൾ മാത്രമായിരിക്കില്ല. ഈ സങ്കടങ്ങൾക്കെല്ലാം ഒരു അവസാനമുണ്ട്. ആ സങ്കടത്തിന് പുറകെ ബഅദ ഉസ്രിനി യുസ്റാ, അല്ലാഹു നിനക്ക് സന്തോഷത്തിന്റെ ചെപ്പ് തുറന്നു തരുമത്രേ. ഓരോ പ്രയാസങ്ങൾ പുറകെ വരാനിരിക്കുന്ന സന്തോഷത്തിന് അടയാളമാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോ തളരരുത്, സങ്കടങ്ങൾ വരുമ്പോ പതറരുത്, ഏതെങ്കിലും ആകുലതകൾ വരുമ്പോൾ തിരിഞ്ഞോടരുത്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ടാണ് അവന്റെ സന്തോഷത്തിന് നാവുകൾ വരിക. അറിയുമല്ലോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലായല്ലോ, അല്ലാഹുവിന്റെ ഇട്ടക്കാരനായല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ, ഇബ്രാഹിം നബി ഇട്ടത്തോടനായി തിരഞ്ഞെടുത്തുവല്ലോ. അത് ഒറ്റ ദിവസം കൊണ്ടായിരുന്നില്ല. തന്റെ ഭാര്യയെയും മക്കളെയും മണലാരുണ്യത്തുപേക്ഷിച്ച് ഫലസ്തീനിൽ പോയി വാർദ്ധക്യകാലത്തുണ്ടായ മകനെ ബലിയർപ്പിക്കേണ്ടി വന്ന് അവസാനം നമ്രൂദിന്റെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് അഗ്നികുണ്ഡത്തിൽ നിന്ന് ജയിച്ചു വന്ന 1000 പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അള്ളാഹുവിന്റെ ഇട്ടതോടനായ ഇബ്രാഹിം നബി ഖലീലായി മാറിയത്. അള്ളാഹു ജീവിതത്തിൽ സന്തോഷം കൊടുത്തത്. വകല്ലമല്ലാഹു മൂസാ തക്ലീമാ, തൂര് സീനാ പർവ്വത നിരകളുടെ മുകളിൽ പോയി അള്ളാഹുവിനോട് അഭിമുഖ സംഭാഷണം നടത്തിയ പ്രവാചകനല്ലേ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പദവിയൊന്നും ഒരു സുപ്രഭാതത്തിൽ കിട്ടിയതല്ലല്ലോ. സർവാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും അടയാളമായ ഫറോവയുടെ മുമ്പിൽ പോയി സ്വന്തം കുടുംബത്തിൽ നിന്ന് എതിർപ്പുകൾ നേരിട്ട് അവസാനം ചെങ്കടലിന്റെ മുകളിൽ പരീക്ഷിക്കപ്പെട്ട് എത്രമേൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും താണ്ടി കടന്നിട്ടാണ് പിന്നെ തൂര് സീനാ പർവ്വതത്തിലേക്ക് വിളിച്ചിട്ട് അല്ലാഹു സമാധാനിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നമ്മുടെ കൽബിന്റെ കരളായ, നമ്മുടെ ജീവിതത്തിന്റെ തുടിപ്പായ, നമ്മുടെ ഹൃദയത്തിന്റെ രോമാഞ്ചമായ, കൽബിന്റെ ഉള്ളിലെ കനകമായ മുത്തൊളി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥനായി ജനിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ശുബൈ അബൂ താലിബിനെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു അവസാനം സ്വന്തം നാട്ടുകാരെ കള്ളനെന്ന് വിളിച്ച് തായിഫിന്റെ മലരാരണ്യത്തിൽ കല്ലേറ് കൊണ്ടിട്ട് ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാ തൊടുകി. ജീവിച്ചിരുന്ന കാലത്ത് പെൺമക്കളും മരണപ്പെട്ട് ആൺമക്കളും മരണപ്പെട്ട് ഏക ഭാര്യയെയും നഷ്ടപ്പെട്ട് അവസാനം പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും കനൽ പദങ്ങളെ താണ്ടി 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 നടന്ന് എന്നെ പോലെ പരീക്ഷിക്കപ്പെട്ടൊരു പ്രവാചകൻ വേറെയില്ലെന്ന് കഅബാലയത്തിന്റെ മുറ്റത്തിരുന്ന് കണ്ണീരോടെ തന്നെ അനുയായികളോട് പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചതിന് ശേഷമല്ലയോ ജിബ്രീലിനെ പറഞ്ഞു വിട്ട് അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖ് എന്ന അതിശീഘ്ര ഗമന വാഹനത്തിലേക്ക് കയറ്റി മലക്കുകളുടെ അകമ്പടി സേവിച്ച് അവസാനം ഏഴാനാകാശത്തിന്റെ മുകളിലേക്ക് എത്തി. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ,
കാബ കൗസനെയും കടത്തിയിട്ട് തന്നെ മുമ്പിൽ കൊണ്ടുവന്ന് ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തതൊരു പുലരി പുലർന്നപ്പോഴല്ലോ, വർഷങ്ങളോളം പരീക്ഷണങ്ങളുടെ കനൽപ്പദങ്ങളെ താണ്ടി നടന്നിട്ടാണ് മുത്തു മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാബ കൗസൈനി കടന്നുപോയത്. ഫീ കാബ കൗസൈനി ദനാ ഔ അഖറബ മിൻ ഇന്ദിഹി ഹാദൻ നബിയുൽ മുജ്തബ ഫറആഹു ഐനൻ വഫുആദൻ മർഹബ ഫസകാഹു കൈസ മഹബ്ബത്തിൻ തസ്നീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എത്രമേൽ പരീക്ഷിക്കപ്പെട്ടിട്ടാണ് കൈസ മഹബ്ബത്തിന് ഈ സ്നേഹത്തിന്റെ പീയൂഷം പാനം ചെയ്തത്. പരീക്ഷണങ്ങൾ കടന്നു പോയപ്പോഴാണ്. അതുകൊണ്ട് സയജഅലുല്ലാഹു ബഅദ ഉസ്രിനി യുസ്റാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രയാസങ്ങളുടെ പുറകെയും അല്ലാഹു ഒരു സന്തോഷം തരും. ആ സന്തോഷത്തിന് വേണ്ടി കാത്തു നിൽക്കും മുഅ്മിനേ. ഏത് പ്രയാസവും എന്നും അവസാനം വരെ സങ്കടമായിരിക്കില്ല, അവസാനം വരെ ദുഃഖമായിരിക്കില്ല. എന്റെ സഹോദരി സഹോദര, എല്ലാ പ്രയാസത്തിന് പുറകെയും ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് മാധുര്യം കൂടുതലാണ്. നന്നായിട്ട് ദാഹിച്ചിട്ട് കിട്ടുന്ന പച്ചവെള്ളത്തിന് മാധുര്യം കൂടുതലാണ്. ദാഹമില്ലാത്തുമ്പോ കിട്ടുന്ന പച്ചവെള്ളത്തിന് ഒരു രുചിയും ഉണ്ടാവില്ല. നന്നായി ദാഹിച്ച് തൊണ്ട വരണ്ട് നിൽക്കുമ്പോ കിട്ടുന്ന പച്ചവെള്ളത്തിന് വല്ലാത്ത മാധുര്യമാണ്. നിങ്ങളുടെ പരീക്ഷണങ്ങളുടെ പുറകെ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരും. അതുകൊണ്ട് പരീക്ഷണങ്ങളുടെ മുകളിൽ നിങ്ങൾ പതറരുത്. അള്ളാഹു നമുക്ക് മനക്കരുത്ത് തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാര്. ഒരു പരീക്ഷ, ഞാൻ ഇപ്പൊ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗമാണ്. അതാണല്ലോ ഇപ്പൊ സമകാലിക ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ഖുർആനാണ് പറയുക. ഇനി ഏത് പരീക്ഷണം വന്നാലും നമ്മൾ പതറരുത്. ആരുടെ മുമ്പിലും, അത് രാഷ്ട്രമാകട്ടെ, ഭരണകൂടമാകട്ടെ, അധികാരമാകട്ടെ, സാമ്പത്തികമാകട്ടെ, നമ്മൾ പതറാനുള്ളവരല്ല, നമ്മൾ നിൽക്കാനുള്ളവരാണ്. ഫറോവയെ മറികടന്നവരാണ് നാം. നമ്രൂദിനെ കണ്ടവരാണ് നാം. ഷദ്ദാദിനെ അഭിമുഖീകരിച്ചവരാണ് നാം. ചെങ്കിസ് ഖാനെ പ്രതിരോധിച്ചവരാണ് നാം. അന്നൊന്നും ഇസ്ലാം തകർന്നിട്ടില്ല. ഫറോവയുടെ മുമ്പിൽ തകരാത്ത ഇസ്ലാം, നമ്രൂദിന്റെ മുമ്പിൽ തകരാത്ത ഇസ്ലാം, അഭിനവകാല നമ്രൂദുമാരുടെ മുമ്പിൽ തകരില്ല. കർബലയിൽ ഇമാം ഹുസൈൻ റഹിമഹുല്ലാഹുടെ തലയറുത്തവരുടെ മുമ്പിലും ഇസ്ലാം തളർന്നിട്ടില്ല. ഹർ കർബല കെ ബഅദ് ഇസ്ലാം സിന്ദാ ഹോഗാ. ഓരോ കർബല കഴിയുമ്പോഴും ഇസ്ലാം ശക്തി പ്രാപിച്ചിട്ടേ ഉള്ളൂ. കർബലകൾ ഇസ്ലാമിന്റെ ശക്തി പ്രകടനമാണ്. അതുകൊണ്ട് നമ്മൾ പതറരുത്. ഇൻഷാ അല്ലാഹ് മനുഷ്യന്മാരെ, നമ്മൾ പതറരുത്. അള്ളാഹു നമുക്ക് പതറാത്ത ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പതറാത്ത ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആരൊക്കെ പരീക്ഷിക്കപ്പെടുന്നുവോ അവർക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷിക്കപ്പെടുന്നവർ ഈ മണ്ണിന്റെ പുത്രൻ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി, അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷക്കാലത്തോളം തടവിലിട്ട് പരമോന്നത നീതിപീഠം നിരപരാധി എന്ന് വിട്ടയച്ച് വീണ്ടും കേസിൽ കൊടുക്കപ്പെട്ട് ഈ രാജ്യത്ത് തുല്യതയില്ലാത്ത നീതി നിഷേധത്തിന്റെ ഇരയായി മാറിയ, കുറ്റങ്ങളേതെന്ന് തെളിയിക്കപ്പെടുക പോലും ചെയ്യാതെ ആ കുറ്റത്തിന്റെ മുഴുവനെ ചിട്ട ഏറ്റുവാങ്ങേണ്ടി വന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് മുറിവേൽക്കുന്ന പ്രതീകമായി മാറിയ അബ്ദുൽ നാസർ മഅദനി, ആ മഅദനി അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം മരണത്തെ മുന്നിൽ കാണുകയാണ്. മഅദനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇന്ത്യൻ ജുഡീഷ്യറി കേൾക്കുന്ന മുറിവായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, അബ്ദുൽ നാസർ മഅദനിയുടെ വിഷയത്തിൽ കേരള സർക്കാർ ഇടപെടണം. അദ്ദേഹം മലയാളിയാണ്, ഈ കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരുന്ന ഒരാളാണ്.
അദ്ദേഹത്തിന്റെ നീതി നിഷേധത്തിനെതിരെ ഒരു പൗരാവകാശത്തിനു വേണ്ടി ഈ കേരള സർക്കാർ ഇടപെടണം. കാരണം മഅ്ദനി ഒന്നാമതായി ഒരു ഇന്ത്യൻ പൗരനാണ്. ആ ഇന്ത്യൻ പൗരന് കിട്ടാവുന്ന എല്ലാ അവകാശങ്ങളും അബ്ദുൽ നാസർ മഅ്ദനിക്ക് കിട്ടണം. രണ്ടാമത് അബ്ദുൽ നാസർ മഅ്ദനി ഇവിടുത്തെ ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. ഒരു ന്യൂനപക്ഷത്തിന് ഭരണഘടന അനുവദിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും അബ്ദുൽ നാസർ മഅ്ദനിക്ക് കിട്ടാൻ കേരള സർക്കാർ ഇടപെടണം. മൂന്നാമതായി അബ്ദുൽ നാസർ മഅ്ദനി ഒരു വികലാംഗനാണ്. ഒരു വികലാംഗന് ഏതൊക്കെ ആനുകൂല്യങ്ങൾ ഭരണഘടനയിലുണ്ടോ ആ ഭരണഘടന ആനുകൂല്യം മുഴുവനും അബ്ദുൽ നാസർ മഅ്ദനിക്ക് കിട്ടണം. നാലാമതായി അബ്ദുൽ നാസർ മഅ്ദനി ഒരു രോഗിയാണ്. ഒരു രോഗിക്ക് ഏതൊക്കെ ആനുകൂല്യങ്ങളുണ്ടോ ആ ആനുകൂല്യങ്ങൾ മുഴുവനും അബ്ദുൽ നാസർ മഅ്ദനിക്ക് കിട്ടണം. അതിനുവേണ്ടി കേരള ഗവൺമെന്റ് കൃത്യമായി സത്വരമായി ഇടപെടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അബ്ദുൽ നാസർ മഅ്ദനി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ആ വിചാരണകൾ അവസാനിക്കണ്ടേ? നീണ്ടുപോകുന്ന വിചാരണകൾക്കപ്പുറം അദ്ദേഹത്തിന് അതിന്റെ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാവണ്ടേ? അദ്ദേഹത്തെ കാത്തൊരു ഭാര്യയുണ്ട്, വാപ്പയെ കാത്തു മക്കളുണ്ട്, അദ്ദേഹത്തെ കാത്ത് അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്. ഒരു അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ ഹനിക്കപ്പെടാൻ പാടില്ല. അത് ആരാണെങ്കിലും ശരി, അത് അബ്ദുൽ നാസർ മഅ്ദനി ആണെങ്കിലും ശരി, രാജീവ് ഗാന്ധി വധക്കേസിലെ നളിനിയാണെങ്കിലും ശരി, കുറ്റം ആരോപിക്കപ്പെട്ടാൽ ആ കുറ്റം തെളിയിക്കപ്പെടുക, ശിക്ഷ കൊടുക്കുക എന്നതിനപ്പുറം ഒരു മനുഷ്യനെ മനഃപൂർവ്വം അതിന്റെ ഉള്ളിൽ തളച്ചിടാനുള്ള നീക്കങ്ങൾ അത് നിഗൂഢമാണ്. അത് മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ മുഖത്തേക്കുന്ന ക്ഷതമാണ് എന്ന് മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പതറരുത്, ചിതറരുത്. പരീക്ഷണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണം. ഓരോ പരീക്ഷണത്തിനും പുറകെ അള്ളാഹു വലിയ സന്തോഷം തരും. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഏത് പ്രയാസം വന്നാലും അതിന് പുറകെ ഒരു സന്തോഷമുണ്ടാവും. അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. സമയം നമ്മൾ ഒന്നിന് നിൽക്കുന്നുള്ളൂ. രണ്ട് സാമ്പത്തിക പ്രതിസന്ധി മാറാനുള്ള മരുന്നാണ് പറഞ്ഞത്. ഒന്നാമത്തേത് ഇതാ കിടക്കും. ഇതിപ്പോ ഇത്ര നേരം ഞാൻ ആരോടാ എൻ്റെ റബ്ബേ പറഞ്ഞത്? എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഇതൊരു അധര വ്യായാമമായി മാറരുത്. നമുക്ക് മറ്റൊരാളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഈ പ്രതിസന്ധിയൊക്കെ മാറണോ? റബ്ബിലേക്ക് മടങ്ങി, ഇർജിഉ ഇലാ റബ്ബിക്കും സുമ്മ തൂബു ഇലൈഹി. അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കീൻ. എൻ്റെ യുവാക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ പടച്ച റബ്ബിലേക്ക് മടക്കീൻ. വ അനീബു ഇലാ റബ്ബിക്കും വ അസ്ലിമൂ ലഹ്. പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങീൻ, ഇല്ലാതെ രക്ഷയില്ല. രണ്ടാമത്തെ മരുന്ന് പറഞ്ഞു തരട്ടെ? വേണ്ടേ? അത് ഒറ്റ മരുന്ന് മതിയാ. ഗവൺമെന്റ് ആശുപത്രിയിലെ മരുന്ന് മതി. ചുമയ്ക്കുമായാലും പനിക്കുമായാലും എല്ലാം ഒറ്റ മരുന്ന്. രണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ, ഇത് കളിതമാശയല്ല. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. രണ്ടാമത്തെ മരുന്നേരെന്നറിയോ? ഇത് സാധാരണക്കാരന്റെ മരുന്നല്ല. മഹാനായ ശൈഖുൽ അംബിയാ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം അല്ലാഹുവിന്റെ ഏകത്വത്തിന്റെ പ്രബോധനം നടത്തിയ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത പ്രബോധന മേഖലയിലൂടെ കടന്നുപോയ പ്രമുഖ പ്രബോധകരായ പ്രവാചകന്മാരായിരുന്ന 2 പ്രവാചകന്മാര് മാത്രമല്ല, ആ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ നേതാവായി വന്ന മഹാനായ നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തന്ന ഏറ്റവും പ്രബലന്മാരായ പ്രധാനപ്പെട്ട 3 പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞു കൊടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ മാറാനുള്ള ഒരു മരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും വലാ തതവല്ലൂ മുജ്രിമീൻ.
അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമത് പറയുകയാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ പറയുന്നത് ഒറ്റമൂലിയല്ല, ഇത് കഥകളല്ല, ഐതിഹ്യമല്ല. ഈ പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആൻ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി, ഈ വേദഗ്രന്ഥം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ലാ റൈബ ഫീഹി, പിന്നീട് ഇതിൽ സംശയത്തിന് അടിസ്ഥാനമില്ല. ആ ഖുർആൻ പറഞ്ഞ ഒരു വാക്യത്തിൽ പിന്നെ തർക്ക വിതർക്കങ്ങളില്ല, ഖണ്ഡന മണ്ഡനങ്ങളില്ല, വാദപ്രതിവാദങ്ങളില്ല. ഈ യാതൊരുവിധ സംശയത്തിന് ഇട നൽകാതെ സത്യം പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. വയാ ഖൗമിസ്തഗ്ഫിറൂ റബ്ബക്കും, ഓ ജനങ്ങളെ, അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണേ. എന്നാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ആകാശത്ത് നിന്ന് മഴ ഈ ഭൂമിയിലേക്ക് വരും. മഴ അല്ലാഹുവിന്റെ അനുഗ്രഹമാണല്ലോ. യുമ്മത്തിഉക്കും മതാഅൻ ഹസനാ, ഏറ്റവും നല്ല വിഭവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ആഹരിക്കാൻ തരും. റിസ്കിൽ വിശാലതയുണ്ടാവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, ഈ കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിണന്നും വാരിപ്പിണന്നും അരമീറ്റർ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാകുമെന്ന മുദ്രാവാക്യം കയ്യിൽ പിടിച്ച് ആഭാസത്തിന്റെ നടുവിലൂടെ നടക്കുമ്പോ, ഇന്റർനെറ്റ് യുഗം നമ്മളെ കീഴടക്കുമ്പോ, കുറെ നിരീശ്വരവാദികളുടെയും ജബ്രകളുടെയും പുറകെ പോയി പുരോഗമനവാദത്തിന്റെയും ഫെമിനിസത്തിന്റെയും വക്താക്കളായി പെണ്ണുങ്ങൾ ഇറങ്ങി തിരിച്ച് തട്ടമിട്ട മുസ്ലിം പെണ്ണിന്റെ തലയിൽ നിന്ന് തട്ടമോരിയിട്ട് ഫെമിനിസത്തിന്റെ മേച്ചിൽ പുറത്തിൽ കെട്ടിയിടണമെന്ന ആഗ്രഹത്തോട് ഗ്രൂപ്പുകളും അല്ലാത്ത ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കുകളിലും കൂട്ടായ്മ കൂടുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് തിരിച്ചിറങ്ങല്ലേ. ചൊരുക്കുന്ന കള്ളും മയക്കും കറുപ്പും അരിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീല പടർപ്പിൻ കൊഴുപ്പും ചിദാനന്ദലബ്ധിക്കും മറ്റെന്തു വേണം എന്ന മുദ്രാവാക്യവുമായി പടച്ചറപ്പിനെ ധിക്കരിച്ചിട്ടിറങ്ങിപ്പോകരുതേ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും മാറണോ? ഇതേവരെ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കുന്ന ഹൃദയമുണ്ടായി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഓ ജനങ്ങളെ, അല്ലാഹുവിനോടുള്ള ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലേ. ഒരു ഇൽമ നമ്മൾ പഠിച്ചാൽ അപ്പ തന്നെ പ്രാവർത്തികമാക്കണ്ടേ. റബ്ബേ, എൻ്റെ കണ്ണുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കാതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ നാവ് കൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കൈ കൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കാലുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഹൃദയം തെറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. റബ്ബേ, നീ എനിക്ക് വാരിക്കോരി തന്ന സമയത്ത്, നിന്റെ ഖജനാവെനിക്ക് തുറന്നു തന്നപ്പോ, ആ സമയത്ത് നിനക്ക് ഇഷ്ടപ്പെടാത്ത വഴിയിൽ എൻ്റെ സമ്പത്ത് ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കടങ്ങളിലാണ് റബ്ബേ. അപമാന ഭാരത്താൽ എന്നെ നാട്ടിൽ എനിക്ക് നിൽക്കാൻ പോലും കഴിയില്ല. ഇക്കഴിഞ്ഞ 26-ാം തീയതി എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന വ്യാഴാഴ്ച അസർ കഴിഞ്ഞ് ഹംദാൻ ഫൗണ്ടേഷൻ എന്ന ഈ വിനീതന്റെ സ്ഥാപനത്തിൽ 150 ഹാഫിളീങ്ങൾ ഒരു മാസം 100 ഖത്മുൽ ഖുർആനോട് ആ 150 ഹാഫിളീങ്ങളുടെ നടുവിൽ വെച്ച് നടക്കുന്ന ജൽസത്തുൽ ഖുർആൻ എന്ന വലിയ ഒരു ഇജാബത്തുള്ള ദുആന മജ്ലിസ് നടക്കുന്നുണ്ട്. ആ മജ്ലിസിൽ പങ്കെടുക്കാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞത്, ഉസ്താദേ, കടം കാരണം വലിയ കോടീശ്വരനായിട്ട് ജീവിച്ചതാ, ഗൾഫിലെ ബിസിനസ് തകർന്നു, കൂടെ കൂടിയവര് ചതിച്ചു, ഇപ്പൊ ഞാൻ വലിയ കടക്കാരനാണ്. എന്റെ നാട്ടിലെ പള്ളിയിൽ ഞാൻ ജുമുഅ കൂടിയിട്ട് 3 വർഷമായി. കടക്കാരെ കാരണം എനിക്ക് നാട്ടിലെ പള്ളിയിൽ ജുമുഅ നമസ്കരിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ
ആ സഹോദരന്റെ വാക്കുകൾ ഞാൻ ഓർത്തുപോവുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ കടം അല്ലാഹു വീട്ടി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, റബ്ബ് നമുക്ക് വാരിക്കോരി തന്നപ്പോ പലതിനും ചെലവഴിച്ചില്ലേ? പെങ്ങളെ, ഗൾഫിൽ നിന്ന് ഭർത്താവ് അയച്ചു തന്നത് ക്രമത്തിലധികം കുടിച്ചുകൂടിയപ്പോ ധാരാളം അനാവശ്യങ്ങൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ അരങ്ങേറിയില്ലേ? നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായില്ലേ? അല്ലാഹുവേ, അല്ലാഹുവേ, നീ തന്ന സമയത്ത് നിന്നോടെനിക്ക് നന്ദി കാണിക്കാൻ കഴിഞ്ഞില്ല യജമാനനെ. പൊറുക്കുന്ന റബ്ബേ, മറക്കുന്ന റബ്ബേ, അല്ലാഹുവേ, നീ പൊറുക്കുന്നവനാണ്, നീ മറക്കുന്നവനാണ്. അല്ലാഹുവേ, നിന്നോട് ഞാൻ ഖേദിച്ച് നടക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിങ്ങളുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. കുടുംബത്തിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലെ പെണ്ണുങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ മക്കളുടെ ചുണ്ടിൽ ഇസ്തിഗ്ഫാർ ആവണം. നിന്റെ ചുണ്ടിൽ നിന്ന് സിനിമ പാട്ട് മാറി, നിന്റെ ചുണ്ടിൽ നിന്ന് അശ്ലീലം മാറി. ഏത് സമയത്ത് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോഴും ചൊല്ലാമല്ലോ, വീട്ടു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചൊല്ലാമല്ലോ, കടയിലിരിക്കുമ്പോഴും ചൊല്ലാമല്ലോ. കടയിലെ കച്ചവടം കുറഞ്ഞു പോയി, ആ കൗണ്ടറിൽ ഇരിക്കുമ്പോ ചൊല്ലാമല്ലോ. പെങ്ങളെ, വീടിന്റെ പുറകിലിരുന്ന് അരി അരക്കുമ്പോഴും മുളകരക്കുമ്പോഴും ചൊല്ലാമല്ലോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. രണ്ടാമത്തെ കാര്യം ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. എന്ത് ചെയ്യാ? പറയ്, ഉറക്കെ പറയ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. മനസ്സിലായോ? ഇപ്പൊ എത്രയായി? 2. വിശദീകരിച്ച് പറയാൻ സമയം. ഇസ്തിഗ്ഫാറിന്റെ സംഭവങ്ങളൊക്കെ ഒത്തിരി പറയാനുണ്ട്, പക്ഷെ പറയാനുള്ള സമയം നമ്മുടെ മുമ്പിൽ. 5 പറഞ്ഞിട്ട് പോണ്ടേ? ലാസ്റ്റ് ദിവസമല്ലേ? അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. മൂന്നാമത്തേത് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدير يا الله، صلاة الله بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. മൂന്നാമത്തെ പ്രതിവിധി എത്രണ്ണം പറഞ്ഞേ? പറഞ്ഞ മനസ്സിലാവണില്ലേ? ഖുർആനാണ് പറഞ്ഞ, വേറൊന്നുമില്ല. ഇത് ബാക്കവീന്റെ വകയല്ല. മൂന്നാമത്തേത്, നമ്മുടെ പ്രതിസന്ധി മാറണം, കടങ്ങൾ വീഴണം, വീട്ടിൽ പറക്കത്തുണ്ടാകണം, അടുപ്പിൽ തീ പുകയണം, എല്ലാ സങ്കടങ്ങളും വിട്ടൊടിയണം. ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ മാർഗം ആര് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നുവോ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു അവന് പുറത്ത് കിടക്കാൻ ഒരു വഴി കാണിച്ചു കൊടുക്കുമത്രേ. ഇത് ഖുർആനാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം നമ്മൾ. ആര് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നുവോ അവൻ അല്ലാഹു ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി കൊടുക്കും. മഖ്റജ എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ സൗദിയിലൊക്കെ പോകുമ്പോ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോകുമ്പോ നമുക്കറിയാം, ഹൈവേയില് നമ്മുടെ മാതിരിയല്ല.
നമ്മളെ മാതിരിയല്ലല്ല. അവിടെ ഇങ്ങനെ അങ്ങോട്ട് പോകും, എവിടെയെങ്കിലും തിരിയാൻ ഒരു യൂട്ടേൺ ഉണ്ടാക്കും. നമ്മുടെ അങ്ങനെ നമ്മൾ പോണ വഴിക്ക് തിരിയും, വേറെ 4 അതിനെ മോളി വന്ന് കയറും, അതോടെ തീരും. ഓട്ടോ ഒക്കെ എങ്ങനെ പോണതാണ്, ഒറ്റ തിരിയൽ. അപ്പോ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ നമ്മൾ ഓടി ഓടി പോകും. പടച്ചോനെ പുറത്ത് കിടക്കാൻ ഒരു വഴിയില്ലല്ലോ അല്ലാഹു, ഇതിൽ കുടുങ്ങിപ്പോയല്ല. ഓടി ഓടി മടുത്തു. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോമീറ്ററൊക്കെ നേരെ അങ്ങോട്ട് പോകണം. അപ്പൊ അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ 4 പാട് നോക്കും. പടച്ചോനെ ഇതിപ്പോ കുടുങ്ങിയില്ലോ അല്ലാഹുവേ, ഇത് പോയെടുത്ത് തന്നെയാണല്ലോ പിന്നെ തിരിച്ചു വരണത്. മത്തന്റെ വള്ളിമാതിരി അങ്ങനെ നമ്മൾ ഇങ്ങനെ കുടുങ്ങിയിട്ട് രക്ഷപ്പെടാനൊരു വഴി നോക്കി കിടക്കുമ്പോ ആ സമയത്തൊരു ബോർഡ് എഴുതിയിട്ടുണ്ടാവും, എക്സിറ്റ് അല്ലേ? ആ എക്സിറ്റിന്റെ മുകളില് അറബിയിൽ എഴുതിയിട്ടുണ്ടാകും മഖ്റജ്. എന്താണ് എന്താ മഖ്റജ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എക്സിറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ഈ ഖുർആന്റെ ആയത്തൊന്ന് ചിന്തിച്ചു നോക്കി. ഇങ്ങനെ പുറത്ത് കിടക്കാൻ ഒരു വഴിയില്ലാതെ കടം, ഇവിടെയും കട അവിടെയും കട, അതീ തൊട്ടതും പോയി ഇതീ തൊട്ടതും പോയി. ഒരു തകരപാത്രത്തിൽ വേണം എലിയ മാരിയായി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അവിടെ മുട്ടിയാലും സൗണ്ട്. ഈ തകരപാത്രത്തിൽ വീണ എലീനെ കണ്ടിട്ടില്ലേ? അത് വെറുതെ ഇരുന്നാൽ ഈ പാത്രത്തിന്റെ സൗണ്ട് കേൾക്കും, എഴുന്നേറ്റ് നടക്കാൻ പോലും സൗണ്ട് കേൾക്കും. അമ്മാതിരി തകരപാത്രത്തിൽ വീണ എലീനെ മാതിരി പടച്ചോനെ വല്ലാത്ത കുടുങ്ങിയില്ല അല്ലാഹുവേ എന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതെ നടക്കുന്ന ഒരു യാത്രികനെ പോലെ ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് എവിടെയാണ് രക്ഷപ്പെടാനൊരു വഴി എന്ന് നോക്കുമ്പോ ആ സമയത്ത് ഒരു എക്സിറ്റ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് പോലെ ആരെങ്കിലും ഈ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്ത് ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അല്ലാഹുവിനെ രക്ഷപ്പെടാനുള്ള ഒരു എക്സിറ്റ് തുറന്നു കൊടുക്കുമത്രേ. അവൻ ഉദ്ദേശിക്കാത്ത വഴിയിലൂടെ പടച്ചറപ്പ് അവന് റിസ്ക് നൽകുമത്രേ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താ? ഏത് കടബാധ്യത വന്നാലും പ്രയാസം വന്നാലും ആ പ്രയാസത്തിലൊക്കെ വമയ്യത്തക്കില്ല. ആര് അള്ളാനെ സൂക്ഷിക്കുന്നുവോ, അള്ളാഹുവേ കടബാധ്യതയുണ്ട്, പ്രയാസമുണ്ട്, ആത്മഹത്യയിലെ വക്കില, എന്നാലും ആ സമയത്ത് നിന്ന് നിനക്കിട്ടപ്പെടാത്ത വഴിയിലൂടെ സമ്പത്തുണ്ടാക്കില്ല റബ്ബേ. ഞാൻ എൻ്റെ കടം മാറാൻ വേണ്ടി ലോട്ടറി എടുക്കില്ല, എൻ്റെ കടം മാറാൻ വേണ്ടി പലിശയുമായി ബന്ധപ്പെടില്ല, എൻ്റെ കടം മാറാൻ ഞാൻ കള്ള് കച്ചവടം നടത്തില്ല, എൻ്റെ കടം മാറാൻ എന്നെ വിശ്വസിച്ച ഒരുത്തനെ ഞാൻ ചതിക്കില്ല റബ്ബേ. എനിക്ക് കടമുണ്ട്, എൻ്റെ കച്ചവടത്തിൽ എനിക്കൊരു പാർട്ട്ണറുണ്ട്, അവൻ നാട്ടിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവേ എൻ്റെ കടം മാറി എനിക്ക് രക്ഷപ്പെടാൻ എന്നെ വിശ്വസിച്ച സുഹൃത്തിനെ ഞാൻ ചതിക്കില്ല, എൻ്റെ പങ്ക് കച്ചവടക്കാരനെ ഞാൻ ചതിക്കില്ല. എനിക്ക് ഏതൊക്കെ പ്രയാസങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടും വന്നാലും ആ സമയത്ത് നിനക്കിട്ടപ്പെടാത്ത വഴി ഞാൻ സ്വീകരിക്കില്ല അല്ലാ എന്ന് ഒരാൾ മനസ്സിൽ നിശ്ചയിച്ചാൽ അവന് രക്ഷപ്പെടാനുള്ള വഴി അവന്റെ മുമ്പിലുണ്ട്. ലോക്കറിന്റെ താക്കോൽ അവന്റെ കയ്യിലുണ്ട്, കൂട്ടുകാരൻ ഒപ്പിട്ട ചെക്ക് കയ്യിലുണ്ട്. ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷേ നിനക്കിട്ടമല്ലല്ലോ അല്ലാ, നിനക്ക് പൊരുത്തമല്ലല്ലോ അല്ലാ. ഇന്ന് ഇവിടത്തെ താൽക്കാലിക പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും നാളെ പാരത്രിക ലോകത്തെ കാലാകാല അദാബ് ഞാൻ അനുഭവിക്കണമല്ലോ റബ്ബേ എന്ന് കരുതിയിട്ട് ആരെങ്കിലും പടച്ചറപ്പിനെ പേടിച്ചിട്ട് നിന്നാൽ അവന് രക്ഷപ്പെടാനുള്ള ഒരു എക്സിറ്റ് പടച്ചറപ്പ് കാണിച്ചു തരുമത്രേ. ആണ് എന്റെ അർത്ഥം. മനസ്സിലായ മനുഷ്യന്മാരെ, എന്റെ കടം വീടാൻ വേണ്ടിയാണ് ഞാൻ ലോട്ടറി എടുത്തത്. ഏത് പ്രതിസന്ധി വന്നാലും അള്ളാഹ് കിട്ടപ്പെടാത്തത് ചെയ്ത് ഹറാമായ മാർഗത്തിലൂടെ എന്റെ കടം എനിക്ക് വീടണ്ട, എന്റെ പ്രയാസം, എന്റെ സാമ്പത്തിക ടൈറ്റ് എനിക്ക് ഈ വാളങ്ങനെ ഇഷ്ടപ്പെടണില്ല എന്ന് തോന്നുന്നു. എന്റെ പൊന്നു മൂല്യാരി, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് നമ്മളെന്താ ചെയ്യാ? ഇത് വിശുദ്ധിയാണ്, ശുദ്ധിയാണ്. അള്ളാഹു നമുക്ക് നല്ല പ്രതിഫലം തരട്ടെ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഈമാൻ വലിയ പൂർണ്ണമാകണം. എന്നാൽ അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം വല്ലതാണ്.